ന്യൂസ് ടെൻസ് മറ്റൊരു വാർത്തയാണ് ഇനി പരിശോധിക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. CPIഎമ്മിൽ നിന്ന് ഒരംഗത്തെ മാത്രമാണ് ഇത്തവണയും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ആലത്തൂരിൽ നിന്നാണ്. അതേസമയം 2 രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ രാജ്യസഭാ സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു CPIഎം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ വിജയിക്കാൻ സാധിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPIഎം ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ഇത് മുന്നണിയുടെ ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകും എന്ന ആശങ്കയും ഇത്തരത്തിൽ സീറ്റ് വിട്ടു നൽകാൻ കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയാണ്. ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ചകൾ നടന്നത്. തങ്ങളുടെ സീറ്റുകൾ തങ്ങൾക്ക് തന്നെ നൽകണം എന്ന നിലപാട് CPIയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ആവർത്തിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി ഇത്തരത്തിൽ CPIഎം രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPIഎം എത്തുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു CPIഎമ്മിന് നേരിട്ടത്. 20 മണ്ഡലങ്ങളിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഇത്തവണ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചത്. അത് ആലത്തൂരിൽ നിന്ന് ആയിരുന്നു. മറ്റ് സീറ്റുകളിൽ ഒന്നും തന്നെ വിജയിക്കാൻ CPIഎമ്മിന് സാധിക്കാതെ പോയി. ഘടകകക്ഷികളുടെ പ്രകടനവും അത്തരത്തിൽ തന്നെ മോശമായിപ്പോയി. പ്രത്യേകിച്ച് CPI മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒന്നും വിജയിച്ചില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ മത്സരിച്ചത്. പക്ഷേ മറ്റൊരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിനോട് തോമസ് ചാഴിക്കാടനും പരാജയപ്പെട്ടു. പിന്നീട് ഈ പാർലമെന്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്, ജോസ് കെ മാണി വിഭാഗത്തിന് ഒരംഗം പോലും ഇല്ലാത്ത സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സീറ്റ് നൽകണം, തങ്ങളുടെ സീറ്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രീജിത്ത് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആയിരുന്നു. കാരണം 1/4 നൂറ്റാണ്ട് 24 വർഷത്തോളം ആയി തങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു സീറ്റ് ഇത്തവണ ജോസ് കെ മാണിക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദവും ഏത് സാഹചര്യവുമാണ് ഉള്ളത്? ശ്രീജിത്ത്, കേൾക്കാമോ? ഇടതുമുന്നണിയിലെ നിർണായകമായ തീരുമാനമാണ് രാജ്യസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടെടുത്തത്. 2 സീറ്റുകൾ, ഒന്ന് CPIക്ക്, മറ്റൊന്ന് കേരള കോൺഗ്രസ് എമ്മിന്. CPIഎം വിട്ടു നൽകുന്ന സാഹചര്യമുണ്ടാകുന്നു. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു സീറ്റ് നൽകുന്ന പശ്ചാത്തലം, അതാകട്ടെ 24 വർഷത്തിന് ശേഷമാണ് ഈ സീറ്റ് വിട്ടു നൽകിയത്. അങ്ങനെ ഒരു തീരുമാനം CPIഎം എടുക്കേണ്ടി വന്നത് ഏത് പശ്ചാത്തലത്തിൽ ആണ്? എന്ത് രാഷ്ട്രീയത്തെയാണ് CPIഎം ഈ വിഷയത്തിൽ മുന്നിൽ കണ്ടത്? സ്വാഭാവിക അഭിലാഷ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം തന്നെ CPIഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, ജനതാദളിൽ നിന്നടക്കം നേരത്തെ കോഴിക്കോട് വീരേന്ദ്രകുമാറിന്റെ അടക്കം ലോക്സഭാ സീറ്റ് എടുത്ത ചരിത്രമാണ് CPIഎമ്മിനെ സംബന്ധിച്ചുള്ളത്. അവരിപ്പോഴെത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഒരു നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അവരുടെ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇനി, അതായത് ഇപ്പോൾ തന്നെ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ആ പ്രതിസന്ധി ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ടുപോയാൽ ആ പ്രതിസന്ധിയുടെ ആഴം കൂടും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് അവർ ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് ഭാവിയിൽ ഉള്ള ചില രാഷ്ട്രീയം കൂടി നോക്കി കണ്ടുകൊണ്ടാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ജോസ് കെ മാണിയുടെ സാന്നിധ്യം കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷത്തെ
സംബന്ധിച്ച് സാധിച്ചിരുന്നു. ഏതാണ്ട് 70 പഞ്ചായത്ത് ഭരണമുള്ളതിൽ 72ഓളം പഞ്ചായത്ത് ഭരണമുള്ളതിൽ 50 പിടിക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം സഹായകമായി എന്നാണ് അന്ന് കണ്ടത്. മാത്രവുമല്ല ഏതാണ്ട് 5ഓളം നിയമസഭാ സീറ്റുകൾ വിജയിക്കുന്നതിനും അത് കാരണമായി. ഫലത്തിൽ ഈ ഒരു തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ജോസ് കെ മാണി കൂടി ഒപ്പമുള്ളത് ഗുണമാകും എന്ന് തന്നെ അവർ വിലയിരുത്തുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ CPM ഇത്തരം മുന്നണി രാഷ്ട്രീയങ്ങളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. CPM അങ്ങനെ കീഴ്പ്പെടുന്നൊരു നടപടി സാധാരണഗതിയിൽ കാണാറില്ല. നമുക്കറിയാം, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ പല സീറ്റും ഏറ്റെടുക്കുന്ന ചരിത്രമാണ് CPM-നെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധിയുടെ ആഴം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പുറത്ത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസും CPI-യും അവർ പിടിച്ച പിടിയാലെ തങ്ങളുടെ സീറ്റ് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് CPM അണികൾക്കിടയിൽ അടക്കം അത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയത് CPM-നെ സമ്മർദ്ദത്തിലാക്കിയത് അല്പം അസ്വാരസ്യങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ CPM പോലൊരു പാർട്ടിയിൽ അങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയും കാണുന്നില്ല. എന്തു തന്നെയായാലും ഈ UDF-ൽ നിന്ന് വിട്ടുപോകുന്നതിന് തൊട്ട് മുൻപ്, അതായത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് രാജ്യസഭാ സീറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് UDF-ലേക്ക് അന്ന് KM മാണിയും കേരള കോൺഗ്രസ് എമ്മും മടങ്ങിയെത്തിയത്. ആ സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്ന സീറ്റായിരുന്നു. അത് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യവും നമ്മൾ അന്ന് കേട്ടതാണ്. നേതൃത്വത്തിനെതിരെ പലയിടത്തും പ്രതിഷേധങ്ങളും അന്ന് ഉയർന്നു വന്നിരുന്നതാണ്. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം LDF-ലും ഉണ്ടാകുന്നു എന്നതുകൂടി ഫലത്തിൽ ചേർത്ത് വായിക്കണം. ഇപ്പോൾ VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പ്രകടനം CPIM-ന്റേത് അടക്കം പൊതുവെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അതുമാത്രവുമല്ല, CPI-യുടെ യോഗങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് നേരെയും വലിയ വിമർശനമുണ്ടായി എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടുള്ള പൊതുസമൂഹത്തിന്റെ വിയോജിപ്പ് അടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന വിലയിരുത്തലുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു മാറ്റവുമില്ല. കാരണം ഒരു പുരോഹിതന് നേരെയാണ് വിവരദോഷി എന്ന തരത്തിലുള്ള പരാമർശമുണ്ടായത്. ഇത് അങ്ങേയറ്റം തിരിച്ചടി നൽകുന്ന ഒന്നാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ CPIM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പിണക്കേണ്ടതില്ല, പിണക്കിയാൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമാകില്ല എന്നൊരു വിലയിരുത്തൽ CPIM-ന് ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ? അഭിലാഷ്, ഇതിനു മുമ്പ് CPM വിട്ടുവീഴ്ച ചെയ്ത് 2000-ലാണ്. അന്ന് RSPക്ക് വേണ്ടി RSPയുടെ പ്രേമചന്ദ്രൻ രാജ്യസഭയിലേക്ക് ആദ്യം എത്തുന്നത് CPM വിട്ടുകൊടുത്ത സീറ്റ്. ഏക ഒരു സീറ്റിൽ മാത്രമേ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. ആ സീറ്റ് അന്ന് CPM അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. വിട്ടുകൊടുത്ത പശ്ചാത്തലം, അതിനു മുമ്പ് 99 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ അവിടെ സിറ്റിംഗ് MP ആയിരുന്നു. ആ സീറ്റ് CPM ഏറ്റെടുക്കുകയും S രാജേന്ദ്രനെ മത്സരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, നേരത്തെ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റ് പ്രേമചന്ദ്രന് വേണ്ടി RSPക്ക് വേണ്ടി CPM വിട്ടുകൊടുത്തത്. പിന്നീട് 24 വർഷങ്ങൾ CPM ഒരു സീറ്റെങ്കിലും ജയിക്കാൻ സാധ്യത ഉള്ളപ്പോൾ CPM തന്നെ മത്സരിക്കും, അവരുടെ പ്രതിനിധിനെ രാജ്യസഭയിലേക്ക് അയക്കും. അങ്ങനെയാണ് CPM മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ CPM ഇത്ര ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള കാരണം, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ CPM എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കേരള കോൺഗ്രസ് എമ്മിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായി. അവർ പ്രതീക്ഷിച്ച വോട്ട് അവിടെ പുതുപ്പള്ളിയിൽ ലഭിച്ചില്ല. അതിനുശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായി. ആ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ അത് ജോസഫ് ഗ്രൂപ്പ് വഴി കോൺഗ്രസിലേക്ക് പോയി, അല്ലെങ്കിൽ നേരിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്ന വിലയിരുത്തൽ CPM-നുണ്ട്. അപ്പോഴും കേരള കോൺഗ്രസിനെ അങ്ങനെ പിണക്കാൻ, കേരള കോൺഗ്രസിനെ അങ്ങനെ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ CPM അനുവദിക്കില്ല എന്നതിന്റെ സൂചന ഇതിനെ കാണണം. അവരുടെ ആ സാന്നിധ്യം വളരെ പ്രതീക്ഷയോടെ CPM കാണുന്നു. അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം വലിയ മുന്നേറ്റമാണ് ആ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിക്ക് പൊങ്കം കടന്നു കയറാൻ കഴിയാത്ത മേഖലകളിൽ ഉണ്ടാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായിരുന്നു ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒറ്റ തിരിച്ചടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കൊണ്ടോ എന്നും കേരള കോൺഗ്രസിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ CPM തയ്യാറല്ല. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. CPM-ന് ഭരണ തുടർച്ച ഉണ്ടായേ കഴിയൂ. കാരണം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു ഭരണ മുന്നണിയാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത തവണയും ഇവിടെ ഭരണം നിലനിർത്തിയേ മതിയാകൂ. അതിന് കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണെന്ന് CPM കരുതുന്നു. അതുകൊണ്ടാണ് അവരെ പിണക്കിവിടാൻ, പ്രത്യേകിച്ചും അവർക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങളുണ്ട്. കോൺഗ്രസ് വേണമെങ്കിൽ അവരെ സ്വീകരിക്കാമെന്ന ഒരു
ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്തു. ചില ഭിന്നാഭിപ്രായങ്ങൾ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞെങ്കിലും BJP വേണമെങ്കിൽ അവരെ സ്വീകരിക്കും. അത്തരം ഓഫറുകൾ അവർക്ക് മുമ്പാകെ BJP വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ അങ്ങനെ കൈവിടുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ല എന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഈ സീറ്റ് CPM ഏറ്റെടുക്കണമെന്നും അവിടെ ബിജു കൃഷ്ണനെ കേന്ദ്ര കമ്മിറ്റി അംഗം കർഷക നേതാവ് ബിജു കൃഷ്ണ മത്സരിപ്പിക്കണമെന്നൊക്കെ CPM പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടതാണ്. അതുകൂടി മറികടന്നുകൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തിയാണ് CPM ഈ സീറ്റ് വിട്ടുകൊടുത്തത്. CPI സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുന്നണി ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് CPM അവരെ സമീപിച്ചെങ്കിലും അവർ തയ്യാറായില്ല. പിന്നെ മറ്റൊരു വഴിയുമില്ലാതെ CPM വിട്ടുകൊടുക്കുകയായിരുന്നു. വിട്ടുകൊടുക്കുന്ന കാണുന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് അത്രത്തോളം പ്രാധാന്യത്തോടെ അവർ കാണുന്ന പാർട്ടിയാണ്. മുന്നണി ബന്ധം ഈ ഘട്ടത്തിൽ തകരാൻ CPM ആഗ്രഹിക്കുന്നില്ല. പൊതുവെ ശക്തമായ മുന്നണിയെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായപ്പെടുന്നവരാണ് CPM ഇടതുമുന്നണിയും. ചില ഉലച്ചിലുകൾ, ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൂടുതൽ മോശമാക്കാൻ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ മുന്നണി ബന്ധം കൂടി ഉലച്ചിലുണ്ടാക്കാൻ, മോശമുണ്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. CPM സംബന്ധിച്ച് വളരെ വലിയൊരു വിട്ടുവീഴ്ചയാണ്. അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ ജോസ് കെ മാണിയും അതുപോലെ തന്നെ ബിനോയ് വിശ്വമൊക്കെ CPM-നെ പുകഴ്ത്തി ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത്ര വലിയ ത്യാഗം തന്നെയാണ് CPM ചെയ്തത്. CPM-നും അധികം സീറ്റുകളൊന്നും രാജ്യസഭയിലില്ല. 4 സീറ്റുകളാണ് നിലവിലുള്ളത്. 5 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്ലോക്കായിരിക്കാൻ കഴിയൂ. നിലവിൽ 5 ഉണ്ട്. അത് ജൂലൈ 1 4 കുറയും. ഒരു ബ്ലോക്കായിരിക്കാനുള്ള അവസരം അവരുടെ നഷ്ടപ്പെടുത്തുന്നു. ലോക്സഭയിലും അവർക്ക് ഒരു ബ്ലോക്കായിരിക്കാനുള്ള അംഗസംഖ്യയില്ല. അവിടെ 4 മാത്രമേ ഉള്ളൂ. എന്നിട്ടും വിട്ടുകൊടുത്തെങ്കിൽ അത് CPM എത്രത്തോളം ക്ഷീണാവസ്ഥയിലാണ്. ആ ക്ഷീണാവസ്ഥയിൽ ഉള്ള ഘടകകക്ഷികളെ കൂടി പിടക്കാനോ അല്ലെങ്കിൽ മുന്നണിയിൽ കൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ CPM ആഗ്രഹിക്കുന്നില്ല. ഭാവി മുൻകൂട്ടി കണ്ടുള്ള CPM നിക്ഷേപമായി മാത്രമാണ് ഈ നഷ്ടത്തെ CPM നേതൃത്വം വിലയിരുത്തുന്നത്. ഇപ്പോഴൊരു സീറ്റ് നഷ്ടമെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടങ്ങൾക്കുള്ള ഒരു ചെറിയ വിട്ടുവീഴ്ചയായാണ് CPM നേതൃത്വം ഇപ്പോൾ ഇതിനെ കാണുന്നത്. റൈറ്റ്, അരുണിലേക്ക് വരാം. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ഒരുപക്ഷെ UDF-ന്റെ ഭാഗത്തേക്ക് ചേക്കാറാൻ ജോസ് കെ മാണിക്ക് ഇനിയും അവസരമുണ്ട്. അതോടൊപ്പം തന്നെ BJP-യിൽ നിന്നടക്കം ചില ഓഫറുകൾ വന്നിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുമാത്രവുമല്ല, ഇപ്പോഴിതാ ജോർജ് കുര്യനെ പോലെ ഒരാളെ മന്ത്രിയാക്കുന്നു. അതിന് ന്യൂനപക്ഷ ക്ഷേമ മൈനോറിറ്റി അഫയേഴ്സ് വകുപ്പ് അടക്കം പോർട്ട്ഫോളിയോ നൽകുന്നു. അപ്പോൾ ഈ ജോസ് കെ മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ബെൽറ്റിൽ അവിടെ ഇപ്പോഴും വളരെ കൃത്യമായി കടന്നു കയറാനോ അല്ലെങ്കിൽ എപ്പോഴും വിജയക്കൊടി പാറിക്കാനോ ഒന്നും ഇടതുപക്ഷത്തിന് സാധിക്കാത്ത ഇടമാണ്. അതുകൊണ്ടാണ് ജോസ് കെ മാണി വിഭാഗത്തെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെയൊക്കെ ഒപ്പം നിർത്തേണ്ടി വരുന്നത്. അവിടെ നിലനിന്നു പോകണമെങ്കിൽ ഈ സഖ്യങ്ങൾ ഉണ്ടാകണം എന്ന് വിലയിരുത്തൽ ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ടാകാം. അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ തന്നെയായിരുന്നു ജോസ് കെ മാണിയും ശ്രമിച്ചത്. ഇനിയുള്ള മുന്നോട്ടു പോക്കും അങ്ങനെ തന്നെ ആകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ജോസ് കെ മാണിക്ക് വന്ന BJP ഓഫറിനെ കുറിച്ച്. ഫലത്തിൽ ഒരു ക്രിസ്ത്യൻ നേതാവ് കേന്ദ്രത്തിൽ മന്ത്രിയാകുക, ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ മന്ത്രിയാകുക എന്നുള്ളത് തന്നെയായിരുന്നു BJP ആദ്യം മുന്നിൽ കണ്ടത്. അതിന്റെ ഭാഗമായാണ് ജോസ് കെ മാണിക്ക് മുന്നിൽ ആ ഒരു ഓഫർ വെച്ചത് എന്നതാണ് BJP നേതൃത്വങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ജോസ് കെ മാണി വരണം എന്ന അഭിപ്രായം K. സുരേന്ദ്രൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഫലത്തിൽ അതിന് പകരമാണ് ജോർജ് കുര്യനെ തൊട്ടടുത്ത് പിന്നാലെ ചർച്ച നടത്തുകയും ആ ഒരു ചിന്തകളിലേക്ക് പോവുകയും ചെയ്തത്. അരുൺ പറഞ്ഞ ഒരു രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കേവലം ഒരു രാജ്യസഭാ സീറ്റ് എന്നുള്ളതല്ല CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാന ഭരണം എന്നുള്ളതാണ്. ഒരു രാജ്യസഭാ സീറ്റോ ഒരു ലോക്സഭാ സീറ്റോ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നത് CPM-നെ സംബന്ധിച്ച് അത്രത്തോളം പ്രസക്തിയുള്ള കാര്യമല്ല. ഇനി വരുന്ന സംസ്ഥാന ഭരണം, ആ സംസ്ഥാനം കേരളം നിലനിർത്തുക എന്നത് തന്നെയാണ്. അതിൽ വളരെ ചെറിയ കക്ഷികൾ എന്ന് തോന്നിപ്പിക്കുന്ന പല ഇപ്പം RJD-യുടെ കാര്യത്തിൽ മലബാറൊക്കെ RJD ഇല്ലാതെ തന്നെ ഒരു പക്ഷേ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ മധ്യ കേരളത്തിൽ പല സീറ്റുകളും നേടാൻ ഫലത്തിൽ കേരള കോൺഗ്രസ് വന്ന ശേഷം CPM-ന് കഴിഞ്ഞു എന്നുള്ളത് അവർ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും ഉൾപ്പെടെയുള്ള പല സീറ്റുകളും അവർക്ക് നേടുന്നതിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നുണ്ട്. എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ പാലയും കടുത്തുരുത്തിയും കിട്ടിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തും ആകെയുള്ള 10-9 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും എല്ലാം പിടിച്ചെടുക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം ഗുണമായി എന്നുള്ളതാണ്.
അരുൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ടോ കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ടോ ഒന്നും കേരള കോൺഗ്രസ് എമ്മിനെ അവർ തള്ളിക്കളയാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു ദീർഘകാല ബന്ധമാക്കി തന്നെ വളർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഫലമാണ്. മറ്റെവിടെയും തോറ്റുകൊടുക്കാത്ത, വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഒരുപക്ഷെ ഒന്ന് RSPക്ക് വേണ്ടി പ്രേമേന്ദ്രന് വേണ്ടി സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ 2024 CPM ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിവെച്ചാൽ ആ ഘട്ടത്തിലും CPM തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് ദീർഘകാല ലക്ഷ്യങ്ങൾ കൂടി വെച്ചാണ്. അഭിലാഷ്. റൈറ്റ്, എന്തായാലും ജോസ് കെ മാണിയെ ഒപ്പം നിർത്തുക എന്ന നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേസമയം CPIയുടെ സീറ്റും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഇനിയും തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ. വളരെ നന്ദി ശ്രീജിത്ത്. വീണ്ടും അരുണിലേക്ക് തന്നെ പോകേണ്ട